കോഴിക്കോട് നിപ്പ ബാധിച്ച് ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. നിപ്പ രോഗബാധിതന്റെ കുടുംബത്തിലെ 9 പേർ നിരീക്ഷണത്തിലാണ്. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. രോഗബാധിതനുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന 77 പേരുടെ പട്ടികയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളുമാണ്. സമ്പർക്ക പട്ടികയിലുള്ളവരിൽ 2 പേർ അതീവ റിസ്ക് വിഭാഗത്തിലും 13 പേർ ഹൈ റിസ്ക് വിഭാഗത്തിലുമാണ്. സമ്പർക്ക പട്ടികയിലുള്ള ആർക്കും തന്നെ രോഗലക്ഷണങ്ങളില്ല. കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട റൂട്ട് മാപ്പ് പ്രകാരം രാമനാട്ടുകര, ഫറൂഖ് ഭാഗങ്ങളിൽ മാത്രമാണ് രോഗബാധയുണ്ടായ സമയത്ത് ഇയാൾ സന്ദർശനം നടത്തിയിരിക്കുന്നത്. എവിടെ നിന്നാണ് വൈറസ് ബാധയേറ്റതെന്ന് സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിലാണ് ആരോഗ്യപ്രവർത്തകർ. ഇയാൾ ജോലി ചെയ്തിരുന്ന ഗോഡൌണിൽ പരിശോധന നടത്തിയെങ്കിലും വവ്വാലുകളുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനിടെ നിപ്പ സ്ഥിരീകരണ വിവരം കൃത്യസമയത്ത് കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കുറ്റപ്പെടുത്തി. ഒരു മന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോൾ ആധികാരികമായ വിവരം കിട്ടിയാൽ മാത്രമേ അത് പറയാൻ പാടുള്ളൂ. ഞാൻ പത്രസമ്മേളനം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴാണ് കലക്ടർ മെസ്സേജ് വന്നത്, ഇങ്ങനെ നിപ്പ സ്ഥിരീകരിച്ചു. അതിലൊരു ഗ്യാപ്പ് വന്നു. പിന്നെ കലക്ടർക്ക് പുതിയ കലക്ടറാണ്, അതുകൊണ്ട് തന്നെ ഇത് മന്ത്രിയെ അറിയിച്ചിട്ട് വേണം ഇത് പുറത്തു പറയാമെന്നുള്ളത് അവർ ഓർത്തില്ല. പുനെയിൽ നിന്നുള്ള ഫലം ജില്ലാ കളക്ടർ അറിഞ്ഞെങ്കിലും മന്ത്രി അറിയാൻ വൈകിയിരുന്നു. നിപ്പ സ്ഥിരീകരിച്ചതോടെ കേരളത്തിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.